അപ്പോൾ അറോറയുടെ യൂട്യൂബ് ചാനലിലൂടെ ഈ രണ്ടാഴ്ച കൂടുമ്പോൾ ആനുകാലിക രാഷ്ട്രീയ സംഭവവികാസങ്ങളെക്കുറിച്ച്, സാമൂഹിക സംഭവവികാസങ്ങളെക്കുറിച്ചുള്ളൊരു നിരീക്ഷണങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. മാർക്സിസവും മറ്റു ചിലതും എന്നുള്ള ഒരു ചാനൽ നിലനിൽക്കുന്നുണ്ട്. അത് സൈദ്ധാന്തിക വിഷയങ്ങളിൽ കേന്ദ്രീകരിക്കാമെന്ന് ഉദ്ദേശിക്കുന്നു. അപ്പം ഇന്ന് കത്തി നിൽക്കുന്ന മുനമ്പം വിഷയത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതിനെക്കുറിച്ച് ആലോചിക്കാനായിട്ട് സർക്കാർ ഒരു യോഗം വിളിച്ചു കൂട്ടുകയുണ്ടായി. പക്ഷെ ആ യോഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന തീരുമാനം ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിട്ട് ആ വിഷയത്തെക്കുറിച്ച് പഠിച്ചിട്ട് ഒരു അന്തിമ തീരുമാനമെടുക്കുമെന്നുള്ള ഈ യോഗത്തിൻ്റെ തീരുമാനം, അത് വാസ്തവത്തിൽ വിഷയത്തെ നീട്ടിക്കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ആ കമ്മീഷന് ചുമതലപ്പെടുത്തിയിരിക്കുന്ന ജഡ്ജി തന്നെ പറഞ്ഞിരിക്കുന്നത് 3 മാസം മതിയാവില്ല എന്നുള്ളതാണ്. കമ്മീഷൻ്റെ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ചുരുങ്ങിയ പക്ഷം ഒരു 6 മാസമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ കാലഘട്ടത്തിനിടയിൽ കരമടയ്ക്കാനും മറ്റൊക്കെയുള്ള സൗകര്യം ഏർപ്പാടാക്കി കൊടുക്കാനായിട്ട് അപേക്ഷ നൽകുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. അതിനെന്തായിരിക്കും ഫലമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിയമപരമായ കാരണങ്ങളാണ് പറയുന്നത്. ഹേമ കമ്മീഷൻ്റെ കാര്യത്തിൽ നമ്മളത് കണ്ടതാണ്. ആ റിപ്പോർട്ടിന്മേൽ നടപടി എടുക്കുന്നതിന് തടസ്സമായിട്ട് നിയമകാര്യങ്ങൾ തന്നെയാണ് അന്ന് ഉന്നയിച്ചിരുന്നത്. പക്ഷെ വാസ്തവത്തിൽ സർക്കാർ വിചാരിച്ചാൽ പരിഹരിക്കാവുന്ന കാര്യമുള്ളൂ. കാരണം വഖഫ് ബോർഡ് എന്ന് പറയുന്നത് സർക്കാർ നിയമിച്ചൊരു സംവിധാനമാണ്, സ്വതന്ത്രമായൊരു സംവിധാനമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നീതിയുടെ പക്ഷം പിടിച്ചുകൊണ്ട് ഒരു ഇടപെടൽ നടത്താൻ സർക്കാരിന് കഴിയും, പിണറായി സർക്കാരിന് കഴിയും. അതിന് ശ്രമിക്കാതെ, അതിന് മുതിരാതെ ഈ വിഷയത്തെ നീട്ടിക്കൊണ്ടുപോവുകയാണത് ചെയ്യുന്നത്. കൃത്യമായിട്ടും അതിൻ്റെ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. മുൻപും വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാതലായ കാര്യം വഖഫ് മറ്റൊന്നും അല്ല. അതിൽ 1950 ആ ഭൂമി ഫറൂഖ് കോളേജിന് കൈമാറിയെന്ന് പറയുന്നത്. ആ കൈമാറ്റം ദാനമായാലും കൊള്ളാം, വഖഫായാലും കൊള്ളാം, എന്തായാലും ശരി, അതിനു മുമ്പ് തന്നെ അവിടെ താമസിക്കുന്ന ആൾക്കാരവിടെ ഉണ്ടായിരുന്നു. ഭൂരഹിതരായിട്ടുള്ള ആൾക്കാർ, അവിടെ കുറിയേറി താമസിക്കുന്ന ആൾക്കാർ. 1949 തന്നെ കുടികടപ്പിന് സ്ഥിരാവകാശം നൽകുന്ന നിയമം നിലവിൽ വന്നിട്ടുണ്ട് ഈ പ്രദേശം ഉൾപ്പെടുന്ന അന്നത്തെ തിരുക്കൊച്ചിയിൽ. അപ്പോൾ ആ കുടികടപ്പ് അവകാശത്തെ അവഗണിച്ചുകൊണ്ട്, അവിടെ താമസിക്കുന്നവരുടെ ഭൂമിക്ക് മേലുള്ള അവകാശത്തിനെ അവഗണിച്ചുകൊണ്ടാണ് ആ ഭൂമി കൈമാറ്റം നടന്നിരിക്കുന്നത്. തീർത്തും നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയാണത്. അവിടെ ആൾക്കാർ താമസിച്ചു കൊണ്ടിരിക്കെ അത് വഖഫായി എങ്ങനെ സ്വീകരിക്കുമെന്നുള്ള ഒരു പ്രശ്നവും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഏത് നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാലും ആ ഭൂമി കൈമാറ്റത്തിലൂടെ അവരുടെ അവകാശങ്ങളെ റദ്ദാക്കിയ നടപടി തെറ്റാണ്. അത് റദ്ദാക്കാനായിട്ട് നിലവിലുള്ള നിയമപ്രകാരം തന്നെ സർക്കാരിന് കഴിയുന്നൊരു കാര്യമാണ്. ഏത് തരത്തിലുള്ള കൈമാറ്റം അവിടെ നടന്നിരുന്നാൽ തന്നെ, അതായത് ഫറൂഖ് കോളേജിന് കൈമാറിയത് ദാനമാണോ വഖഫാണോ എന്നുള്ള പ്രശ്നമൊക്കെ മാറ്റിവെച്ചാൽ തന്നെ, അപ്പോൾ അതിന് ശ്രമിക്കാതെ, അത്തരത്തിലൊരു ദിശയിലേക്ക് കാര്യങ്ങൾ നീക്കാതെ, മൗലികമായ പ്രശ്നം അവിടെയുള്ള ആൾക്കാരുടെ ഭൂമിക്ക് മേലുള്ള അവകാശമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ നടപടി എടുക്കാതെ കാര്യങ്ങൾ മാറ്റി നീട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇനിയുള്ള പ്രശ്നം ഈ വഖഫിൻ്റെ വിഷയം പറഞ്ഞുകൊണ്ട് സംഘികളോട് ഒട്ടി നിൽക്കുന്ന ക്രൈസ്തവ സഭയിലെ ഒരു ചെറിയൊരു വിഭാഗവും നടത്തിക്കൊണ്ടിരിക്കുന്ന നുണപ്രചരണങ്ങളാണ്. അതങ്ങനെ തന്നെയാണ്, നുണകളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാരായാലും ശരി, അതിൽ ഒരു വ്യത്യാസവുമില്ല. വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെ തുറന്നു കാട്ടിക്കൊണ്ട് ജനകീയ മനുഷ്യാവകാശ പ്രസ്ഥാനം ഒരു ലഘുലേഖ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മുനമ്പവും ഭൂപ്രശ്നവും വഖഫും നേരും നുണയും എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരോ നുണകൾ പരിശോധിച്ചുകൊണ്ട് അതിൻ്റെ വസ്തുതകളും സത്യവും വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലഘുലേഖയാണത്. അത് തീർച്ചയായിട്ടും വായിക്കേണ്ടതും വാങ്ങിച്ച് വായിക്കേണ്ടതുമാണ്.
ജനകീയ മനുഷ്യാവകാശ പ്രസ്ഥാനത്തിൻ്റെ ഈ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ കോപ്പി ലഭിക്കും. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല, കാരണം അതിൽ ഓരോന്നോരോന്നായിട്ട് പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഒരു വഖഫ് ഭേദഗതി ബില്ല് ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്നൊക്കെയാണ് മോഡി സർക്കാർ പറയുന്നത്. ആ നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ, ഭേദഗതി പാസ്സായി കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരമാകുമെന്നാണ് സംഘികളും അതുപോലെ നേരത്തെ പറഞ്ഞ ക്രൈസ്തവ സഭയിലെ ചെറിയൊരു ന്യൂനപക്ഷവും അവരെ ഒട്ടി നിൽക്കുന്ന ചെറിയൊരു സവർണപക്ഷവും വാദിച്ചുകൊണ്ടിരിക്കുന്നത്. മുനമ്പത്ത് ഈ ഭൂമി പ്രശ്നത്തിൽ കുടുങ്ങിക്കിടക്കുന്ന, അവകാശങ്ങൾ നഷ്ടപ്പെട്ട് കിടക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ അതങ്ങനെ വിശ്വസിക്കുന്നുമുണ്ട്. പക്ഷെ വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല. ആ നിയമം ഭേദഗതി ഒരർത്ഥത്തിലും മുനമ്പം ഭൂപ്രശ്നത്തിനെ ബാധിക്കാൻ പോകുന്നില്ല. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ഈ 1905 വഖഫ് നിയമത്തിലെ 83-ാം വകുപ്പിലെ ഭേദഗതിയാണ് മുനമ്പം ഭൂപ്രശ്നത്തിനെ ബാധിക്കുന്നതായിട്ട് കരുതാവുന്ന ഏക കാര്യം. വഖഫ് ട്രിബ്യൂണാണ് വഖഫ് സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങളിൽ അന്തിമ തീർപ്പ് നൽകുക എന്നാണ് ഈ വകുപ്പ് പറയുന്നത്. ആ വരുന്ന പുതിയ ഭേദഗതിയിൽ ട്രിബ്യൂണൽ തീർപ്പിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകാമെന്ന് പറയുന്നു. പക്ഷേ ഇത് നേരത്തെ നിയമത്തിലുള്ള കാര്യം തന്നെയാണ്. 1995 നിയമത്തിൽ തന്നെ ട്രിബ്യൂണലിൻ്റെ തീരുമാനങ്ങൾക്കെതിരെ, തീർപ്പുകൾക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകാമെന്ന് സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. 83-ാം നിലവിലുള്ള 83-ാം വകുപ്പിലെ ഉപവകുപ്പ് 9 അത് സ്പഷ്ടമായി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ കോടതികളെ കവച്ചു നിൽക്കുന്ന ഒരു അധികാരവും ട്രിബ്യൂണലിൽ പഴയ നിയമത്തിലില്ല. ഇനി ഈ പുതിയ ഭേദഗതി വാസ്തവത്തിൽ ട്രിബ്യൂണലിൻ്റെ തീർപ്പുകളെ ചോദ്യം ചെയ്യാനായിട്ടുള്ള അവകാശത്തെ പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പുതിയ ഭേദഗതി പഴയ നിയമത്തിൽ, നിലനിൽക്കുന്ന നിയമത്തിൽ ഒരു കാലാവധി പറയുന്നില്ല. ട്രിബ്യൂണലിൻ്റെ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയിൽ പോയി അപ്പീൽ സമർപ്പിക്കുന്നതിന് ഒരു കാലാവധിയും പറയുന്നില്ല. പക്ഷേ പുതിയ ഭേദഗതിയിൽ കൃത്യമായിട്ട് 90 ദിവസത്തിനുള്ളിൽ, അതായത് 3 മാസത്തിനുള്ളിൽ ഹൈക്കോടതിയിൽ അപ്പീൽ പോയിരിക്കണം. അങ്ങനെ ചെയ്തില്ല എങ്കിൽ പിന്നെ അപ്പീലിനുള്ള അവകാശവും ഇല്ല എന്നാണ് വ്യക്തമാകുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഈ ഭേദഗതി വരാൻ അവർ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഭേദഗതി മുനമ്പം ഭൂപ്രശ്നത്തിന് ഒരർത്ഥത്തിലും ബാധിക്കില്ല എന്ന് മാത്രമല്ല, മുനമ്പം ഭൂപ്രശ്നത്തിൽ ഒരു കോടതിയിൽ നിന്നൊരു തീർപ്പുണ്ടാക്കാനായിട്ടുള്ള അവിടുത്തെ ജനങ്ങളുടെ അവകാശത്തിന് പരിമിതപ്പെടുത്തുകയാണ് അത് ചെയ്യുന്നതെന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത്തരത്തിലുള്ള സത്യമൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇവരിങ്ങനെ നുണപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ വഖഫ് തന്നെ എന്താ പറയുക, ഭയങ്കര അപകടകരമായൊരു കാര്യമാണ്, വഖഫ് ബോർഡിനെ തന്നെ ഇല്ലാതാക്കുകയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് സംഘികൾ പ്രചരണം നടത്തുന്നുണ്ട്. ഛത്തീസ്ഗഡിൽ ഇപ്പോൾ അധികാരത്തിലുള്ളത് ഒരു BJP സർക്കാരാണ്. ആ സർക്കാരിൻ്റെ ന്യൂനപക്ഷ കമ്മീഷൻ്റെ തലവനാണ് അവിടുത്തെ വഖഫ് ബോർഡിൻ്റെ പുതിയ തലവൻ. അവിടെ ഈ വഖഫ് ബോർഡിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പള്ളികളിൽ, മുസ്ലിം പള്ളികളിൽ വെള്ളിയാഴ്ച പ്രഭാഷണത്തിൻ്റെ മേൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച പ്രഭാഷണങ്ങൾ മുൻകൂട്ടി ഈ വഖഫ് ബോർഡിൻ്റെ അംഗീകാരത്തിനായിട്ട് സമർപ്പിക്കേണ്ടതാണ് എന്നും പറഞ്ഞൊരു പുതിയൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. നിലവിലുള്ള വഖഫ് നിയമത്തിലോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഭേദഗതിയിലോ അങ്ങനെ ഒരു അവകാശവും വഖഫ് ബോർഡിന് നൽകിയിട്ടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടാനായിട്ട്. ഭൂസ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് വഖഫായി നൽകിയിരിക്കുന്ന ഭൂസ്വത്ത് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സ്വത്തിൻ്റെ മേലുള്ള നിയന്ത്രണം മാത്രമാണ് വഖഫ് ബോർഡിനുള്ളത്. അതല്ലാതെ പള്ളികളിലെ മതപ്രഭാഷണത്തിൻ്റെ സ്വഭാവം എന്തായിരിക്കണം, ആരെങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയാനായിട്ട് ഒരു അവകാശവും അതിനൊരു നിയമത്തിലും ഇല്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കാണേണ്ട കാര്യം എന്താണ്? കേരളത്തിൽ വഖഫിനെതിരെ ഘോരഘോരം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന, വഖഫ് ബോർഡിനെതിരെ ഘോരഘോരം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സംഘികൾ അവരധികാരത്തിലുള്ള ഛത്തീസ്ഗഡിൽ ഇതേ തരത്തിലുള്ളൊരു വഖഫ് ബോർഡിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെയുള്ള പള്ളികളിൽ ഇടപെടാനായിട്ടും തങ്ങളുടെ വരുതിക്ക് നിർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വഖഫ് നിയമം റദ്ദാക്കണമെന്നോ വഖഫ് ബോർഡിനെ റദ്ദാക്കണമെന്നോ ഒന്നും അവരാവശ്യപ്പെടുന്നില്ല, അതിനെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല കേരളത്തിൽ
ക്ഷേത്രങ്ങളുടെ മേൽ സർക്കാരിന് നിയന്ത്രണമുണ്ട്, അത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ തന്നെയാണ് അവിടെ ഇതേപോലെയുള്ള മറ്റൊരു മതസ്ഥാപനത്തിന് കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു ബോർഡിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, മതസ്വത്തിൽ ഇടപെടുന്ന അല്ലെങ്കിൽ ആ സമുദായത്തിൻ്റെ സ്വത്തുകളിൽ ഇടപെടുന്ന ഒരു ബോർഡിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ വിശ്വാസങ്ങളിലും പള്ളികളിലുമൊക്കെ ഇടപെടാൻ നോക്കുന്നത്. അപ്പോൾ ഈ ഇരട്ടത്താപ്പ് കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സംഘികളുടെ നുണപ്രചരണത്തിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുൻപത്തെ ജനങ്ങളുടെ മൗലികമായിട്ടുള്ള ഭൂ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഐക്യപ്പെടേണ്ടതുണ്ട്. അതിനെ എല്ലാവിധത്തിൽ പിന്തുണയ്ക്കേണ്ടതുണ്ട്. ഇതിൽ CPM നേതൃത്വം, പിണറായി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളക്കളി കൃത്യമായിട്ട് തുറന്നു കാട്ടേണ്ടതുമുണ്ട്. ഈ വഖഫ് പ്രശ്നം, മുനമ്പം പ്രശ്നം കത്തി നിൽക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു പാലക്കാടും ചേലക്കരയിലും മറ്റുമൊക്കെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ വഖഫിൻ്റെ ഈ മുനമ്പം ഭൂപ്രശ്നത്തിന് ഒരു വിഷയമാക്കാനായിട്ട് സംഘികളാവതെല്ലാം ശ്രമിച്ചു നോക്കുകയും ചെയ്തു. പക്ഷെ അത് ഏശിയില്ല എന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നൊരു പ്രത്യേകത, അത് മാറ്റിവെച്ചാൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ കാണുന്നൊരു പ്രത്യേകത കൂറുമാറ്റത്തിൻ്റെ ബഹളമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂറുമാറ്റമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ, പ്രത്യേകിച്ചും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ മുഴച്ചു നിൽക്കുന്ന സവിശേഷത. ഇതിനു മുമ്പ് അനിൽ ആൻ്റണി BJPയിലേക്ക് കൂറുമാറിയപ്പോൾ അന്ന് ഞാൻ ഒരു പോസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു എൻ്റെ വെബ്സൈറ്റിൽ, ഇത് ആദ്യത്തേതല്ല അവസാനത്തേതുമായിരിക്കില്ല എന്ന് പറഞ്ഞു. കാരണം ഭരണവർഗ രാഷ്ട്രീയം ഇന്ന് എത്തി നിൽക്കുന്ന അവസ്ഥയുടെ, അതിൽ അപജയത്തിൻ്റെ ഒരു പ്രകടിത രൂപമായിരുന്നു അനിൽ ആൻ്റണിയുടെ ഒരു കൂറുമാറ്റം. ആ അപജയമെന്ന് പറയുന്നത് ആശയങ്ങളോ നിലപാടുകളോ അല്ല ഇപ്പോൾ ഭരണവർഗ രാഷ്ട്രീയത്തിന് വേർതിരിവുകളെ, ചേരിതിരിവുകളെ അടയാളപ്പെടുത്തുന്നത്. നിറഭേദങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ചിലർ ചുവന്ന കൊടി വീശും, ചിലർ മഞ്ഞക്കൊടി വീശും, കാവി വീശും, ത്രിവർണ്ണ പതാക വീശും. അങ്ങനെ നിറഭേദങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിലപാടുകളിൽ, ആശയങ്ങളിൽ ഇവ തമ്മിൽ വലിയ ഭിന്നതകളൊന്നുമില്ല. പറച്ചിലല്ല, യഥാർത്ഥത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരേ കാര്യങ്ങൾ തന്നെയാണ് നടപ്പാക്കുന്നവർ. പ്രതിപക്ഷത്തിലായിരുന്നപ്പോൾ എതിർത്തിരുന്ന കാര്യങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഒരു മടിയും കൂടാതെ അവർ ഏറ്റെടുത്ത് നടപ്പാക്കുന്നുണ്ട്. കേരളത്തിൽ നമ്മളിത് ആവർത്തിച്ച് കാണുന്നതാണ്. ഇപ്പോൾ സീപ്ലെയിനിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് കാണുന്നത്. ഉമ്മൻചാണ്ടി ഭരണത്തിൻ്റെ കാലത്ത് ശക്തമായി എതിർത്തിരുന്ന സീപ്ലെയിൻ പദ്ധതിയാണ് ഇപ്പോൾ എന്തോ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് പിണറായി സർക്കാർ നടപ്പാക്കാൻ നോക്കുന്നത്. അതേപോലെ തന്നെ മറ്റ് പല പദ്ധതികളുടെയും കാര്യത്തിൽ പഴയ കാലം മുതലേ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. കേന്ദ്രത്തിലായാലും ഇത് തന്നെയാണ് അവസ്ഥ. സംഘികളുടെ മോഡി സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പല നയങ്ങളുടെയും തുടക്കം, അതിൻ്റെ ആസൂത്രണം നടന്നിരുന്നത് കോൺഗ്രസ് നയിച്ചുകൊണ്ടിരുന്ന UPA സർക്കാരിൻ്റെ കാലത്താണ്. അപ്പോൾ ഈ രീതിയിൽ ഏത് പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാലും നടപ്പാക്കാനുള്ള നിലപാടുകളും പിന്തുടരാൻ പോകുന്ന ആശയങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഒരേപോലെ ആകുന്ന സാഹചര്യത്തിൽ ഏത് പാർട്ടിയിൽ നിൽക്കുന്നു എന്നുള്ളതിന് വലിയ പ്രാധാന്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ആശയങ്ങളും നിലപാടുകൾക്കൊക്കെ ഉപരിയായിട്ട് ഓരോരുത്തരുടെയും വ്യക്തി താല്പര്യങ്ങൾ മുഖ്യമായിട്ട് വരുന്നത് നമുക്ക് കാണുന്നത്. ഇപ്പോൾ ഈ കൂറുമാറ്റത്തിൻ്റെ കാര്യം തന്നെ നോക്കുക. ഒരാൾ പാലക്കാട് കൂറുമാറി ഇടതുമുന്നണിയിൽ ചേർന്നിരിക്കുന്നത് സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിൻ്റെ പേരിലാണ്. വേറൊരാൾ BJP വിട്ടിട്ട് കോൺഗ്രസ്സിൽ പോയിരിക്കുന്നതോ തൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നേതാക്കന്മാരാരും വീട്ടിൽ വന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഇവർ തീർത്തും വ്യക്തിപരമായ വിഷയങ്ങൾക്ക് മാത്രമാണ് അവർക്ക് പറയാനുള്ളത്. വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതിന് ശേഷം പിന്നെ നിലപാടും രാഷ്ട്രീയമൊക്കെ ഉണ്ട്, പറയാനായിട്ട് പലതും ഉണ്ടായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അവരെ ആ കൂറ് മാറാൻ പ്രേരിപ്പിച്ച കാര്യം അവർ തന്നെ പറഞ്ഞതുപോലെ തീർത്തും വ്യക്തിപരമായ കാര്യങ്ങളായിരുന്നു. ഇനി ഇവർ കൂറുമാറി വരുമ്പോൾ, ഉദാഹരണത്തിന് ഈ കടുത്ത RSSകാരനായിട്ടുള്ള സന്ദീപ് വാര്യർ BJP വിടാൻ ഉദ്ദേശിക്കണു എന്നുള്ളതിൻ്റെ ചില സൂചനകൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ CPM നേതൃത്വം എത്രമാത്രം പുകഴ്ത്തിയാണ് സംസാരിച്ചിരുന്നതെന്ന് നമുക്കറിയാം. ആൾ ഒടുവിൽ കോൺഗ്രസ്സിൽ പോയി കഴിഞ്ഞപ്പോഴോ ഭയങ്കര വർഗീയവാദിയായി മാറുകയും ചെയ്തു വീണ്ടും. ശരിക്കും പറഞ്ഞാൽ പഴയ കുറുക്കൻ്റെ കഥ പോലെയാണ്, മുന്തിരി കുളിക്കെന്ന് പറഞ്ഞ കേസാണത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇത് കാണിക്കുന്നത് ഈ ഭരണവർഗ രാഷ്ട്രീയത്തിൻ്റെ അപജയമാണ്. അതുകൊണ്ട് വീണ്ടും അനിൽ ആൻ്റണിയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഇത് ആദ്യത്തേതല്ല അവസാനത്തേതുമായിരിക്കില്ല. ഈ അപജയം, ഈ വൃത്തികേട് ഇനിയും ധാരാളമായി നമ്മൾ കാണാൻ ബാക്കി നിൽക്കുന്നേ ഉള്ളൂ.
കാലത്തിനിടയിൽ സംഭവിച്ചിരിക്കുന്ന മറ്റൊരു പ്രധാന വിഷയം, വിദ്യാർത്ഥികൾക്ക് നേരെ പിണറായി സർക്കാർ നടത്തിയിരിക്കുന്ന ഒരു കടന്നാക്രമണമാണ്. ശരിക്കും ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. കാരണം പരീക്ഷാ ഫീസ് കോഴിക്കോട് സർവകലാശാലയിൽ, ഇനിയിപ്പോൾ മറ്റ് സർവകലാശാലയിലും അത് പിന്തുടരുമായിരിക്കും, പരീക്ഷാ ഫീസ് കുത്തനെ കൂട്ടിയിരിക്കുകയാണ്. 50 മുതൽ 200% വരെയാണ് വർധനമുണ്ടായിരിക്കുന്നത്. അത് തീരുമാനം വന്നിരിക്കുന്നത് അതാത് സർവകലാശാലയുടെ സിൻഡിക്കേറ്റിൻ്റെയൊക്കെയാണെന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ മാർഗദർശന പ്രകാരമാണ് ഈ ഫീസ് വർധനം ഉണ്ടായിട്ടുള്ളത്. നേരത്തെ വർഷം തോറും പരമാവധി 5% ഫീസ് വർദ്ധിക്കുള്ളൂ എന്ന് ഈ സർവകലാശാലകൾ തന്നെ തീരുമാനിച്ചിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ നഗ്നമായ ലംഘനവും ആണ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഫീസ് വർധനവ്. 50 രൂപ പരീക്ഷാ ഫീസ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 150-150 ഫീസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു വശത്ത് ഇങ്ങനെ ഫീസ് വർധനവ് എല്ലാ വിദ്യാർത്ഥികളെയും ബാധിക്കുന്ന രീതിയിലുള്ള ഫീസ് വർധനവ് ഉണ്ടാകുമ്പോൾ തന്നെ മറുവശത്ത് ദളിത് ആദിവാസി വിദ്യാർത്ഥികൾക്ക് നൽകേണ്ട സ്റ്റൈപ്പൻഡ്, ഇ ഗ്രാൻഡ് മുതലായ കാര്യങ്ങളൊക്കെ തന്നെ തുടർച്ചയായി മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 1-2 പ്രാവശ്യമല്ല, തുടർച്ചയായിട്ട് മാസങ്ങളായി തന്നെ മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വലിയ സമ്മർദ്ദം അവർ നേരിടുന്നുണ്ട്. ചിലരൊക്കെ തന്നെ പഠിപ്പ് നിർത്താനായിട്ട് നിർബന്ധിതമായതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഈ പഠിപ്പ് നിർത്താൻ നിർബന്ധിതനാകുന്നതിൽ ഏതാണ്ട് 100ഓളം വിദ്യാർത്ഥികളുണ്ട് എന്നാണ് ചില കണക്കുകൾ പറയുന്നത്. ഇതിന് ചില സാങ്കേതിക കാരണങ്ങളാണ് സർക്കാർ പറയുന്നത്. അതായത് ഇപ്പോഴത്തെ പുതിയ സമ്പ്രദായ പ്രകാരം കോളേജുകൾ വഴിയാണ് ഇതിന് അപേക്ഷ കൊടുക്കേണ്ടത്. അത് കമ്പ്യൂട്ടർ വഴി ഓൺലൈനായിട്ട് തന്നെ ചെയ്യണം. അത് കോളേജുകൾ കൃത്യമായിട്ട് ചെയ്യാത്തതിൻ്റെ പേരിലാണ് സംഭവിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ വിഷയം ദരിദ്രമായിട്ടുള്ള പശ്ചാത്തലത്തിൽ നിന്ന് സാമ്പത്തിക ശേഷിയും മറ്റുള്ള തരത്തിലുള്ള ശേഷികളൊന്നുമില്ലാത്ത ഒരു വിഭാഗം വിദ്യാർത്ഥികൾ വലയുമ്പോൾ, ഇന്നൊന്നിലല്ല കുറേ നാളുകളായിട്ട് റിപ്പോർട്ട് വരുന്നുണ്ട്, അങ്ങനെ വലഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള സാങ്കേതികമായിട്ടുള്ള മുട്ടാപ്പ് ന്യായങ്ങൾ പറഞ്ഞ് കൈ കഴുകുന്നതിന് പകരം അതിൽ അടിയന്തരമായി ഇടപെട്ട് അത് പരിഹരിക്കാനുള്ള ശ്രമമല്ലേ വേണ്ടത്. അങ്ങനെ യാതൊരു ശ്രമവും പിണറായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കാണുന്നില്ല. ഈ ആഴ്ചയാണ്, കഴിഞ്ഞ ആഴ്ച അവസാനം ഈ ആഴ്ച ആദ്യമായിട്ടാണ് കാലാവസ്ഥ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് ആലോചിക്കാനായിട്ടുള്ള ആഗോള സമ്മേളനം അസർബൈജാൻ്റെ തലസ്ഥാനമായിട്ടുള്ള ബാക്കുവിൽ നടന്ന് അവസാനിച്ചത്. COP29 എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഈ COP സമ്മേളനങ്ങൾ വർഷാവർഷം കൂടുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കൂടിയത് ദുബായിലായിരുന്നു. എണ്ണ, ഗ്യാസ് മുതലായ ഊർജ്ജ ഇന്ധനങ്ങളിൽ നിന്ന് മാറാനായിട്ടുള്ള സത്വര നടപടികൾ വേണമെന്നാണ് ആ സമ്മേളനത്തിൽ തീരുമാനിച്ചത്. പക്ഷേ അതിന് ശേഷമുള്ള കാലം ഇങ്ങോട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ആഗോളതലത്തിൽ ഇവയുടെ ഉപയോഗവും കയറ്റുമതിയും വർദ്ധിച്ചിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. പുതിയ ഖനികൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് എണ്ണയും മറ്റ് പ്രകൃതിവാതകങ്ങളും ഖനനം ചെയ്യാനായിട്ടുള്ള പുതിയ പുതിയ കേന്ദ്രങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമ്മേളനങ്ങൾ വലിയ കാര്യത്തിൽ കൊട്ടിഘോഷിച്ച് കൂടി എന്തൊക്കെയോ തീരുമാനങ്ങളൊക്കെ എടുത്തു എന്ന് അവകാശപ്പെടുമ്പോൾ ഫലത്തിൽ സംഭവിക്കുന്നത് പഴയ കാര്യത്തിന് തുടർച്ച തന്നെയാണ്. ഈ ആഗോള മുതലാളിത്തത്തിൻ്റെ സാമ്രാജ്യത്വത്തിൻ്റെയും അതിനോട് ഒട്ടി നിൽക്കുന്ന മൂന്നാം ലോക രാജ്യങ്ങളിലെ ദല്ലാൾ ബൂർഷ്വാസിയുടെയും അവിടുത്തെ ദല്ലാൾ കുത്തകകളുടെയൊക്കെ തന്നെ സ്വാർത്ഥ താല്പര്യം, പരമാവധി ലാഭം എങ്ങനെ കൊയ്തെടുക്കാമെന്നുള്ള ആ സ്വാർത്ഥ താല്പര്യം തന്നെയാണ് ഇന്നും ഇത്തരം കാര്യങ്ങളൊക്കെ നിർണായകമായിട്ട് വരുന്നത്. അപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് അതിനെ അവസാനിപ്പിക്കുന്ന തലത്തിലുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇപ്രാവശ്യം തന്നെ നോക്കുവാണെങ്കിൽ ഇത് തർക്കം അവസാനിച്ചത് എത്തി നിന്നത് എത്ര ലക്ഷം കോടി രൂപയാണ് മൂന്നാം ലോക രാജ്യങ്ങൾക്ക് ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള കെടുതികൾ നേരിടാനായിട്ട് കൊടുക്കേണ്ടത് എന്നുള്ള പ്രശ്നത്തിൽ കേന്ദ്രീകരിച്ചിട്ടാണ്. ഏതാണ്ട് 1 കോടി വേണമെന്നുള്ള മൂന്നാം ലോക രാജ്യങ്ങളുടെ ആവശ്യത്തിന് പകരം അവസാനം വന്നിരിക്കുന്നത് 25 ലക്ഷമാണ് എന്ന് പറയുമ്പോൾ വളരെ തുച്ഛമായൊരു സംഖ്യയാണ് യഥാർത്ഥത്തിൽ
25 ലക്ഷം കോടിയാണ് വന്നിരിക്കുന്നത്. മറ്റത് 1 കോടി കോടിയാണ് ആവശ്യം. അപ്പോൾ ആവശ്യത്തിൻ്റെ വളരെ തുച്ഛമായൊരു പങ്ക് മാത്രമാണ് അവസാനം തീർപ്പിൽ എത്തിയിരിക്കുന്നത്. ഇനി മാത്രമല്ല, അതിൽ തന്നെ നേരത്തെ ഉണ്ടായിരുന്നത് വികസ്വര രാജ്യങ്ങൾ ഈ സംഖ്യ നൽകണമെന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഭേദഗതികൾ വരുത്താനായിട്ടുള്ള ശ്രമം തീവ്രമായിട്ട് നടക്കുന്നുണ്ട്. വികസ്വര രാജ്യങ്ങൾ എന്നുള്ളതിന് പകരം ആഗോളതലത്തിലെ ധനകാര്യ സ്ഥാപനങ്ങൾ വഴി ഈ പണം കൊടുക്കാം, അതിനുള്ള ഏർപ്പാടുണ്ടാക്കാം എന്നുള്ള നിലയ്ക്കൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ആഗോള ധനകാര്യ സ്ഥാപനങ്ങൾ ഇതിൽ ഇടപെടിക്കുന്നത് വഴി ഫലത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അവരുടെ ചൂഷണത്തിൻ്റെ ഒരു പുതിയ മേഖലയാണ് തുറക്കാൻ പോകുന്നത്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കെടുതികൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഈ പറയുന്ന 3-4 ലോക രാജ്യങ്ങളാണ്, മർദ്ദിത രാജ്യങ്ങളാണ്. അതിന് പ്രധാന ഉത്തരവാദികൾ സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ കുത്തക മുതലാളിമാരാണ്. എന്നിട്ടോ ഇത് പരിഹരിക്കാൻ എന്നുള്ള പേരിൽ പുതിയ സംവിധാനം വരുമ്പോൾ വീണ്ടും ഇതേ സാമ്രാജ്യത്വ രാജ്യങ്ങളിലെ ധനകാര്യ സ്ഥാപനങ്ങൾക്കാണ് അതിൽ നിന്ന് കൂടുതൽ നേട്ടമുണ്ടാകാനും പോകുന്നത്. അപ്പോൾ ലോകതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രശ്നത്തിന് ഒരു യഥാർത്ഥ പരിഹാരം ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചുരുങ്ങിയ പക്ഷം അതിലൊരു കുറവെങ്കിലും ഉണ്ടാകണമെങ്കിൽ, അതിൻ്റെ അപകടത്തിൻ്റെ ഒരു കുറവെങ്കിലും ഉണ്ടാകണമെങ്കിൽ ഈ സാമ്രാജ്യത്വ വ്യവസ്ഥയ്ക്കെതിരെ തന്നെയാണ് പോരാടേണ്ടി വരുന്നത് എന്നാണ് ഇത് കാണിക്കുന്നത്. ഈ തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സമ്പദ്ഘടനകളുടെ രീതികൾ, അതിൻ്റെ ആഗോള വ്യവസ്ഥ, അതിൻ്റെ ചൂഷണ രീതികൾ, ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഈ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് നമ്മളിവിടെ കേരളത്തിൽ പിണറായി സർക്കാർ ഒരു വമ്പൻ പദ്ധതിയായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്. 3 വർഷം കൊണ്ട് 3 ലക്ഷം കോടി രൂപ മുടക്കി തിരുവനന്തപുരം, കൊല്ലം, പുനലൂർ ഈ 3 കേന്ദ്രങ്ങളെ കൂട്ടി ബന്ധിപ്പിക്കുന്ന ഒരു പുതിയ വികസന ത്രികോണം, വ്യാവസായിക ത്രികോണം സ്ഥാപിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അതിലൂടെ 10 ലക്ഷം തൊഴിലുകൾ ഉണ്ടാവുമെന്ന് പറയുന്നു. 1456 ചതുരശ്ര കിലോമീറ്റർ ഭൂമിയാണ് ഇതിനു വേണ്ടി ഏറ്റെടുക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അത് ഉദ്ദേശം ഒരു 3.6 ലക്ഷം ഏക്കർ ഭൂമി വരും. ഏതാണ്ട് 15 ലക്ഷത്തോളം ജനങ്ങളെയാണ് അത് ബാധിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും വലിയ തോതിൽ ആ പ്രദേശത്തെ ജനങ്ങളുടെ ഈ നിലനിൽക്കുന്ന ജീവിതത്തിനെയൊക്കെ താറുമാറാക്കിക്കൊണ്ട് അവരെ അവിടെ നിന്ന് പുറന്തള്ളിക്കൊണ്ട് ഇങ്ങനൊരു വ്യാവസായിക ത്രികോണം എന്ന് പറയുന്നത് സ്ഥാപിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ എത്രത്തോളം ഗുണം ചെയ്യും? അതുണ്ടാക്കാൻ പോകുന്ന പാരിസ്ഥിതികമായിട്ടുള്ള ആഘാതം എന്താണ്? മാത്രമല്ല, ഇത്രയും കാലം ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്, അതായത് കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ഇൻ്റർനെറ്റും മറ്റ് സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് IT-യും മറ്റൊക്കെ തന്നെ കേന്ദ്രീകൃതമായ രീതിയിൽ നടപ്പാക്കുന്നതിന് പകരം വികേന്ദ്രീകൃതമായ രീതിയിൽ അതിനുള്ള സാധ്യത, എന്താ പറയുക, പ്രാഥമികമായിട്ടുള്ള ഘടനകൾ ഒരുക്കാൻ കഴിയുമെന്നൊക്കെയുള്ള അവകാശവാദങ്ങളും അതൊക്കെ എവിടെ പോയി എന്നൊന്ന് ആലോചിക്കുമോ? ഈ പറയുന്ന മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, അതുപോലെ തന്നെ വ്യാവസായിക ഇടനാഴികൾ, ടൂറിസം, ഇത് 3മാണ് ഈ പറയുന്ന പുതിയ വ്യാവസായിക മേഖലയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ നേരത്തെ പറഞ്ഞിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേന്ദ്രീകൃതമായ രീതിയിൽ ഒരു വലിയ ഭൂപ്രദേശത്തെ ജനങ്ങളെ ബാധിക്കുന്ന രീതിയിലുള്ളൊരു വമ്പൻ പദ്ധതിയായിട്ട് ഇവർ വരുമ്പോൾ അതിൻ്റെ പുറകിലുള്ള താല്പര്യം എന്താണ്? അതിൽ യഥാർത്ഥത്തിൽ വികസന താല്പര്യം എത്രത്തോളമുണ്ട്, റിയൽ എസ്റ്റേറ്റ് താല്പര്യം എത്രത്തോളമുണ്ട് എന്ന് നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഈ പറയുന്ന തരത്തിലുള്ള വ്യാവസായിക മേഖലകൾ, സവിശേഷമായിട്ടുള്ള വ്യാവസായിക മേഖലകൾ, വ്യാവസായിക ബോർഡുകൾ രൂപീകരിച്ച് അതിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഇത്തരം സംവിധാനങ്ങൾ ഇന്ത്യയിൽ ഇതിനു മുമ്പ് തന്നെ കുറേ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2006 മുതൽ തുടങ്ങിയതാണ്. 2005 മുതൽ സവിശേഷമായിട്ടുള്ള സാമ്പത്തിക മേഖലകളുടെ പദ്ധതികൾ. അതിനെക്കുറിച്ച് 2023 പൂനെയിലെ ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് എക്കോണമിക്സ് ഒരു പഠനം നടത്തിയിട്ടുണ്ട്. ഈ പറയുന്ന തരത്തിലുള്ള സവിശേഷമായ വ്യാവസായിക മേഖലകളുടെ ഭൂമിയുടെ ഉപയോഗത്തെക്കുറിച്ചാണ് പഠനം. അതായത് ഇതിന് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്ന ഭൂമിയിലെ എത്ര ശതമാനമാണ് വ്യാവസായിക വികാസത്തിന് വേണ്ടി, വ്യാവസായികമായിട്ടുള്ള ഉൽപ്പാദന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള പഠനമാണത്.
അതിൽ പറയുന്നത് ഇങ്ങനെ ഏറ്റെടുത്തിരിക്കുന്ന ഇടങ്ങളിൽ ഏതാണ്ട് 81 എണ്ണവും 2017 ആയപ്പോഴത്തേക്കും റദ്ദാക്കി. കാരണം അവിടെ യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനം നടന്നില്ല. ഈ ഏറ്റെടുത്തിരിക്കുന്ന ഭൂമിയിൽ 1/3 ഭാഗം മാത്രമാണ് വാസ്തവത്തിൽ ഇതുവരെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഭൂരിഭാഗവും ഭൂമിയും അവിടെ നിന്ന് ആൾക്കാരെയൊക്കെ കുടിയൊഴിപ്പിച്ചിട്ടാണ് ഈ ഭൂമി ഏറ്റെടുക്കുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ഏറ്റെടുത്തിട്ടും അതിൽ 1/3 ഭാഗം മാത്രമാണ് ഇവർ ഈ പറയുന്ന വ്യാവസായിക രീതിയിലുള്ള ഉപയോഗത്തിന് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേരളത്തിലാകട്ടെ വെറും 47%, 50% പോലും ഇല്ല. 47% മാത്രമാണ് അത്തരത്തിലുള്ള വ്യാവസായിക ആവശ്യങ്ങൾക്കെന്ന് പറഞ്ഞ് ഏറ്റെടുത്തിരിക്കുന്ന ഭൂമിയിൽ യഥാർത്ഥത്തിൽ വ്യാവസായിക ആവശ്യത്തിന് ഇതുവരെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ തന്നെ സിയാലിൻ്റെ ഉദാഹരണമുണ്ട്. നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളത്തിൻ്റെ ഉദാഹരണം. 1000കണക്കിന് ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്തത് വിമാനത്താവളത്തിനെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ എന്നിട്ടോ അതിൽ വലിയൊരു ഭാഗം ഭൂമി ഇപ്പോൾ അതിസമ്പന്നർക്ക് വന്ന് ഗോൾഫ് കളിക്കാനായിട്ടുള്ള ഗോൾഫ് കളി മേഖലയായിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഈ പറയുന്ന വ്യാവസായിക വികസനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏറ്റെടുക്കൽ ഫലത്തിൽ റിയൽ എസ്റ്റേറ്റിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയും അതുപോലെ അതിസമ്പന്നരായിട്ടുള്ള ആൾക്കാരുടെ വിനോദങ്ങൾക്ക് വേണ്ടിയും മാത്രമായിട്ട് തിരിയുന്നതാണ് കൂടുതലും കാണുന്നത്. വ്യാവസായിക ആവശ്യങ്ങൾക്ക് അധികമല്ല വരുന്നത്. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് ഇപ്പോൾ CPM നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഉദാഹരണം ഷാങ്ഹായ് ആണ്. ചൈനയിലെ ഷാങ്ഹായ് തുറമുഖം വന്നതോടുകൂടി ഷാങ്ഹായ് നഗരം 10 മടങ്ങ് വ്യാപിച്ചു, വികസിച്ചു, വലിയ വളർച്ചയുണ്ടായി എന്നൊക്കെയാണ് അവർ പറയുന്നത്. ശരിയാണ്, ഷാങ്ഹായ് നഗരം വലുതായിട്ടുണ്ട്. പക്ഷേ ഷാങ്ഹായ് നഗരം വലുതായത് വെറും ഷാങ്ഹായ് തുറമുഖം ഉണ്ടായതുകൊണ്ട് മാത്രമല്ല, ചൈനയിലേക്ക് വലിയ തോതിൽ വിദേശ മൂലധനം ഒഴുകിയെത്തി. കാരണം അവിടെ ഉണ്ടായിരുന്ന സോഷ്യലിസ്റ്റ് വ്യവസ്ഥയെ നശിപ്പിച്ചുകൊണ്ട് തകിടം മറിച്ചുകൊണ്ട് മുതലാളിത്തവാദക്കാർ ഡെങ് സിയാവോപിങ്ങിൻ്റെ നേതൃത്വത്തിൽ അധികാരം പിടിച്ചെടുത്തതിന് ശേഷം എല്ലാവിധത്തിലുള്ള സാമ്രാജ്യത്വ മൂലധനത്തിനും പ്രവേശിക്കാനും ചൈനീസ് ജനങ്ങളുടെ മിച്ച അധ്വാനത്തിനെ കൊള്ളയടിക്കാനും ചൂഷണം ചെയ്യാനുമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. വളരെ കുറഞ്ഞ കൂലിക്ക് യാതൊരു വിധത്തിലുള്ള തൊഴിലവകാശങ്ങളില്ലാതെ അടിമ സമാനമായിട്ടുള്ള രീതിയിലാണ് ചൈനയിലെ തൊഴിലാളികൾക്ക് നീണ്ടകാലം പണിയെടുക്കേണ്ടി വന്നത് ഈ ഭരണത്തിന് കീഴിൽ, അവരുടെ ഭരണത്തിന് കീഴിൽ. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ലാഭം ലഭിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ വൻതോതിൽ ചൂഷണം നടത്താൻ കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് വിദേശ മൂലധനം അങ്ങോട്ട് ഒഴുകിയെത്തിയത്. ആ വിദേശ മൂലധനത്തിൻ്റെ വൻതോതിലുള്ള വരവാണ് ഷാങ്ഹായുടെ വളർച്ചയ്ക്ക് അടിസ്ഥാനമായത്. അപ്പോൾ ഷാങ്ഹായ് മാതൃക വിഴിഞ്ഞം തുറമുഖത്തിനെ കേന്ദ്രീകരിച്ച് ഇവിടെ ആവർത്തിക്കാമെന്ന് CPM നേതൃത്വം പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതാണോ അവരുദ്ദേശിക്കുന്നത്? സാമ്രാജ്യത്വ മൂലധനത്തിന് വൻതോതിലുള്ള വരവും ഇവിടെയുള്ള തൊഴിലധ്വാനത്തിൻ്റെ കടുത്ത ചൂഷണവും അതിലൂടെ ഉണ്ടാകുന്ന വളർച്ചയുമാണോ അവർ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണ് ആഗ്രഹമെങ്കിൽ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. കാരണം സാമ്രാജ്യത്വ മൂലധനം അതിൻ്റെ താല്പര്യങ്ങളെ നോക്കിയിട്ടാണ് പോകുന്നത്. സൗകര്യങ്ങൾ ഒരുക്കിയത് കൊണ്ട് മാത്രം ഒരു മൂലധനവും സാമ്രാജ്യത്വ മൂലധനം എവിടെയും പോയിട്ടില്ല. ലാഭകരമായിട്ടുള്ള മൂലധന മുടക്ക് എവിടെയാണോ സാധ്യമാകുന്നത്, പരമാവധി എവിടെയാണോ സാധ്യമാകുന്നത് അങ്ങോട്ടാണത് പോകുക. ഇപ്പോൾ ഗുജറാത്തിലേക്കും തമിഴ്നാട്ടിലേക്കൊക്കെ വൻതോതിൽ വിദേശ മൂലധനം ഒഴുകുന്നുണ്ടെങ്കിൽ അത് ഇത്തരത്തിൽ സൗകര്യങ്ങൾ അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. കുറഞ്ഞ വിലയ്ക്ക് അവർക്ക് ഭൂമി കൈയടക്കാൻ പറ്റുന്നുണ്ട്. വളരെ കുറഞ്ഞ വിലയ്ക്ക് തന്നെ അധ്വാനത്തിനെ ചൂഷണം ചെയ്യാൻ പറ്റുന്നുണ്ട്. സംഘടിതമായിട്ടുള്ള തൊഴിലാളികളുടെ എതിർപ്പ് താരതമ്യേന കുറവാണ് അവിടെ. ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് വിദേശ മൂലധനം അങ്ങോട്ട് പോകുന്നത്. ഇവിടെ ആകട്ടെ അങ്ങനെ കുറഞ്ഞ വിലയ്ക്ക് ഭൂമി കിട്ടാനില്ല. തൊഴിലാളികൾ സംഘടിതരാണ്, വർഗബോധമുള്ളവരാണ്. അതുകൊണ്ട് അത്ര എളുപ്പത്തിൽ ആ പരിപാടി ഇവിടെ നടക്കാൻ പോകുന്നില്ല. അതല്ല എങ്കിൽ കടുത്ത അടിച്ചമർത്തലിലൂടെ ജനങ്ങളെ, തൊഴിലാളികളെ അടിച്ചമർത്തിക്കൊണ്ട് തന്നെ മാത്രമേ അത് കഴിയുള്ളൂ. അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈ പദ്ധതി CPM നേതൃത്വം പിണറായി സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതി കേരളത്തിന് അങ്ങേറ്റം അപകടകരമാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിൻ്റെ വികസനത്തിനോ ജനങ്ങളുടെ ഉപകാരപ്രദമായിട്ടുള്ള നിലനിൽപ്പിനോ ഒട്ടും തന്നെ ഗുണം ചെയ്യുന്ന പദ്ധതിയല്ല. ഇനി ഈ പദ്ധതികൾ ഇങ്ങനെങ്കിലും ഒമ്പം പദ്ധതികൾ ഒക്കെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ പാലക്കാട് തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കുമ്പോൾ ആരാണ് വർഗീയതയ്ക്ക് കൂട്ടുനിന്നത്, ആരും ഇത് കൂട്ടുനിന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്
മാധ്യമങ്ങൾ TV ചാനലുകളിലെ ചർച്ചകളൊക്കെ മുഴച്ചു നിൽക്കുന്ന കാര്യം. ആ ബഹളത്തിനിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. കടുത്ത വിലക്കയറ്റത്തിൻ്റെ ദുരിതങ്ങൾ ഏതാണ്ട് ഇരട്ടിയായിട്ടുണ്ട് ജീവിത ചെലവ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം. സാധനങ്ങളുടെ വില കുത്തനെ കയറിയിട്ടുണ്ട്. അത് താങ്ങാൻ പറ്റുന്നതിനപ്പുറം പോയിട്ടുണ്ട്. പല ആവശ്യങ്ങളും അവർക്ക് വെട്ടിക്കുറയ്ക്കാൻ നിർബന്ധിതരായിട്ടുണ്ട്. മാത്രമല്ല പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ, നിത്യ ഉപയോഗത്തിലുള്ള സാധനങ്ങൾക്ക് വേണ്ടി തന്നെ അവർ കൂടുതലും ആശ്രയിക്കേണ്ടി വരുന്നത് സപ്ലൈകോ പോലുള്ള സംവിധാനങ്ങളാണ്. അവിടെയാണെങ്കിലോ സാധനങ്ങളോട്ട് കിട്ടാനുമില്ല. അപ്പോൾ ഇപ്പുറത്തെ വലിയ കാര്യത്തിൽ വലിയ വലിയ പദ്ധതികളെക്കുറിച്ച് കൊട്ടിഘോഷിക്കുമ്പോൾ കേരളം ഇതിലൊന്നാമതായി മറ്റതിലൊന്നാമതായി എന്നൊക്കെ അവകാശപ്പെടുമ്പോൾ സാധാരണ ജനങ്ങളുടെ നിത്യജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ദുരിതപൂർവമായൊരു കാലത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അതിനെ താങ്ങാൻ അവർക്ക് കഴിയുന്നതിൽ അപ്പുറം പോകുന്നുണ്ട്. ആ വിഷയം, ജനങ്ങൾ നേരിടുന്ന ഈ തീവ്രമായ യാഥാർത്ഥ്യത്തെ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ചർച്ചാ വിഷയമാക്കാത്തതെന്ന് ആലോചിച്ച് നോക്കൂ. വർഗീയതയും മറ്റതും മറിച്ചതുമൊക്കെ തന്നെ വലിയ വിഷയമായിട്ട് അവരുത്തി കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയുള്ള മൗലികമായ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് അവർ ഒഴിവാക്കും? അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ തന്നെ പറഞ്ഞിട്ട് വേഗം കടന്നു പോകും. വളരെ വ്യക്തമായിട്ടൊരു കാര്യമുണ്ട്, വർഗ താല്പര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ശബ്ദം പുറത്തു വരണമെങ്കിൽ ഈ ആവശ്യങ്ങളെയും അവരുടെ ജീവിതത്തിൻ്റെ മൗലിക ആവശ്യം, വിദ്യാർത്ഥികളുടെ പ്രശ്നമായാലും കൊള്ളാം, സാധാരണ ജനങ്ങളുടെ പ്രശ്നമായാലും കൊള്ളാം, ഇപ്പോൾ ഈ പറയുന്ന തിരുവനന്തപുരം, കൊല്ലം, പുനലൂർ മേഖലയിലെ ജനങ്ങൾ നേരിടാൻ പോകുന്ന അപകടമായാലും കൊള്ളാം, ജനങ്ങൾ തെരുവിലിറങ്ങിയെങ്കിൽ മാത്രമാണ് ഇതിനൊരു അറുതി ഉണ്ടാവുള്ളൂ. അല്ലാത്തിടത്തോളം കാലം അപ്പോൾ മാത്രമേ അതൊരു ചർച്ചാ വിഷയമാവുള്ളൂ. എങ്കിൽ മാത്രമാണ് അത്തരത്തിലൊരു സമ്മർദ്ദം ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം നോക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ ഈ വിലക്കയറ്റം, ജനങ്ങൾ നേരിടുന്ന ഇത്തരത്തിലുള്ള പ്രാഥമികമായിട്ടുള്ള സാഹചര്യങ്ങൾ എവിടെയെങ്കിലും ചർച്ചയായിട്ടുണ്ടോ? ഏതെങ്കിലും പക്ഷത്ത് നിന്നത് ഉയർത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം അവർക്ക് എല്ലാവർക്കും തന്നെ പൊതുവായിട്ടൊരു താല്പര്യമുള്ളൊരു കാര്യം തന്നെയാണത്, ഈ ഇവിടുത്തെ ഭരണവർഗ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിനെ കാത്തു നിൽക്കാതെ, അവരിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാതെ ജനങ്ങൾ സ്വയം തെരുവിലിറങ്ങുമ്പോൾ മാത്രമാണ് ഇതിനൊരു വ്യത്യാസം ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയാണ് പറയാനുള്ളത്. വീണ്ടും 2 ആഴ്ചയ്ക്ക് ശേഷം കാണാം.